ഡൗട്ട് വന്നതാണ്. ഞാൻ MDS എക്സാമിന് അപ്ലൈ ചെയ്ത ടൈമിൽ ഏജ് 28 OBC കാറ്റഗറിയാണ്. MDS 25 to 28 ഏജ് റിലാക്സേഷൻ ഉണ്ടല്ലോ. ബട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് 29 അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഏജ് റിലാക്സേഷൻ കൺസിഡർ ചെയ്യില്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ എക്സാമിനും നമുക്കൊന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ SSC എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്, ഇനിയിപ്പോൾ അടുത്ത MTS നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നേരത്തെ നോട്ടിഫിക്കേഷനിൽ ഒരു ഡേറ്റ് അവരെന്ത് ചെയ്യും പറഞ്ഞിരിക്കും, ഒരു ക്രൂഷ്യൽ ഡേറ്റ് പറഞ്ഞിരിക്കും. അതായത് ഇന്ന ദിവസത്തിന് മുന്നേ ജനിച്ചവർക്കോ അല്ലെങ്കിൽ ഇന്ന ദിവസം കഴിഞ്ഞ് ജനിച്ചവർക്കോ ഇപ്പോൾ എക്സാം എഴുതാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡ് കാണിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പറയുവാണെങ്കിൽ 2025 ജനുവരി 1 അല്ലെങ്കിൽ 2025 ഓഗസ്റ്റ് 1 നിങ്ങൾക്ക് 25 വയസ്സായിരിക്കണം, അങ്ങനെ ഒരു കാര്യം അവിടെ തരും ജനറലിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു OBC ആണെങ്കിൽ ഒരു 3 വർഷം കൂടെ ആ ഡേറ്റ് കഴിഞ്ഞിട്ട്, ഇപ്പം സപ്പോസ് അടുത്ത വർഷം 2026 ജനുവരി 1 അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് വെച്ചു, ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട്. ഇപ്പോൾ 2026 ജനുവരി 1 അവരുടെ നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസമല്ല, ജനുവരി 1 ആ നോട്ടിഫിക്കേഷൻ പറയുന്ന ടൈം ജനുവരി 1 വെച്ചാൽ ഇതാണ് ക്രൂഷ്യൽ ഡേറ്റ്. അപ്പോൾ ഈ ഡേറ്റിന് 25 വയസ്സ് എന്തായിരിക്കണം, കഴിയാൻ പാടില്ല. അതായത് ഇതിന് മുന്നേ ഇപ്പോൾ ജനുവരി 1 25 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരാൾക്ക് ഇത് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ OBC ആകുമ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്ത് +3 ആഡ് ചെയ്യും. ഇപ്പോൾ 25 വയസ്സ് വരെയുള്ള പോസ്റ്റ് ഉണ്ട്, 27 വയസ്സ് വരെയുള്ള പോസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും എഴുതാൻ പറ്റും, എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. 27 വയസ്സുള്ള പോസ്റ്റുകൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ആ വയസ്സ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ, ആ ഡേറ്റ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ആവത്തുള്ളൂ, എലിജിബിൾ ആവത്തുള്ളൂ. അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ക്രൂഷ്യൽ ഡേറ്റിനാണ്. അപ്പോൾ ജനറലിലുള്ള ആൾക്ക് 2026 ജനുവരി 1 ലാസ്റ്റ് ഡേറ്റ് എങ്കിൽ 25 വയസ്സിൻ്റെ പോസ്റ്റുകളുടെ OBC ആകുമ്പോൾ എന്താവും, 2029 ജനുവരി 1 വരെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എന്തൊരു ഏജ് വരും. SC ST ആകുമ്പോൾ അതിനനുസരിച്ച്. അപ്പോൾ അങ്ങനെയാണ് ഈ സിസ്റ്റം പോകുന്നത്. അല്ലാതെ വയസ്സ് ആ സമയത്തെ വയസ്സ് അവർ ചെക്ക് ചെയ്ത് നോക്കുകയെന്നല്ല ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആ സമയത്ത് എഴുതുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. പക്ഷേ അത് വെരിഫിക്കേഷൻ സമയത്താണ് ബാക്കി ആ നോട്ടിഫിക്കേഷൻ പറഞ്ഞ സാധനമാണെന്ന് വെരിഫൈ ചെയ്യുന്നത്.